എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവോസ് ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഗസ്റ്റ് മേക്കപ്പ് ലുക്കുമായിട്ടാണ്. അതായത് നമ്മുടെ കല്യാണങ്ങൾക്കോ പാർട്ടിക്കോ ഒക്കെ പോകില്ലേ, ഫംഗ്ഷൻ, എന്തെങ്കിലും ഫംഗ്ഷൻ, ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരത്തില്ലേ. അപ്പം അതിനൊക്കെ നമ്മൾ എങ്ങനെ നമുക്കൊന്ന് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് പോകാം എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസറിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പം നമുക്ക് അലോവേര ജെല്ല് കുറച്ച് കയ്യിലെടുക്കാം. എന്നിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫേസിൽ അലോവേര ജെല്ലിട്ടു. ഇനി നമുക്ക് ഇതൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അലോവേര ജെല്ല് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പോൺസിന്റെ ഈ സൺസ്ക്രീൻ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പം നമ്മൾ സൺസ്ക്രീം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് അബ്സോർബ് ചെയ്യട്ടെ. കാരണം നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും ഒരു 2 സെക്കൻഡെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇടുന്നത് അതൊന്ന് ഫേസിലേക്ക് അബ്സോർബായി അതിൻ്റെ ഒരു പവർ നമുക്ക് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഇടുമ്പോഴും ഒരു 2 സെക്കൻഡെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പ്രൈമർ ലാക്മി ആബ്സൊല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് മേക്കപ്പ് പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കതിന് കുറച്ച് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടീ സോണിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു മാറ്റ് ഫിനിഷാണ് നമുക്ക് തരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഫേസിൽ നല്ലൊരു ഫിനിഷ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഫേസ് ഒന്ന് കൺസീൽ ചെയ്യാം. അപ്പം എനിക്ക് നമ്മുടെ എൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ ഈ ഭാഗം ഇവിടെ കണ്ണിന് ചുറ്റും ചെറുതായിട്ട് ഡാർക്ക് കളറാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കൺസീൽ ചെയ്ത് മാറ്റാം. അതിന് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കൺസീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മിയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ലിക്വിഡ് ഫൗണ്ടേഷന് കുറച്ച് നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കാം. അപ്പം നമുക്കിങ്ങനെ കുറച്ച് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫേസിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഈ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റിംഗ് സ്പ്രേ ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് സിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ നേച്ചുറൽ അലോവേര വിത്ത് വൈറ്റമിൻ ഇ എന്നുള്ള ഫിക്സർ ആണ് എടുക്കുന്നത്. അപ്പം നമുക്കിത് വെച്ചൊന്ന് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മേക്കപ്പ് ഫിക്സർ ഉപയോഗിച്ച് നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്ന കോമ്പാക്ട് പൗഡർ ലാക്മിയുടെ റേഡിയൻസ് കോമ്പാക്ട് എന്നുള്ള ഇതാണ് എടുക്കുന്നത്. അപ്പം ഇത് നമുക്കെടുത്ത് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് തന്നെ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് പുരികം ചെയ്യാം. പുരികം ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് വെറ്റ് ആൻഡ് വേൾഡിന്റെ അൾട്ടിമേറ്റ് ബ്രോ കിറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യം നമ്മുടെ ഐബ്രോ കിറ്റിൽ നിന്ന് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന പൗഡർ ഇതാണ്. ഇത് വാക്സ് ആണ്. വാക്സ് അധികം ഉപയോഗിക്കാറില്ല. പൗഡറാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ? അപ്പം ഞാൻ ഇതുപോലെ ഇപ്പുറത്തെ ഐബ്രോയും ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോകാം. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഉള്ള ഒരു ന്യൂഡ് പാലറ്റാണ്. ഹുദ ബ്യൂട്ടിയുടെ ന്യൂഡ് പാലറ്റാണ് ഞാൻ എടുക്കുന്നത്. അതിൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ സീക്രട്ട് എന്ന ഈ കളർ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ണിൻ്റെ ക്രീസിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ന്യൂഡ് പാലറ്റിലുള്ള സീക്രട്ട് എന്നുള്ള കളറാണ് ഐ ഷെയ്ഡാണ് ഞാനിപ്പോൾ കണ്ണിൻ്റെ ക്രീസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി കളറാണ്. അപ്പം ഇനി നമുക്ക് കണ്ണിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്കൊരു ഈ കളർ, അതായത് എൻ്റെ കയ്യിലുള്ള ഹുദ ബ്യൂട്ടിയുടെ വേറൊരു കളർ പാലറ്റ് ഉണ്ട്. കണ്ടോ, അതിലിതുണ്ട് ഈ സാധനം. ഏതാണ്? 24K എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കണ്ണിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത്. കയ്യിൽ ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതുണ്ട് ഈ ഭാഗമില്ലേ കണ്ണിൻ്റെ നടുവിൽ, അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ. ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും എഴുതാം. അതിനായിട്ട് ഞാൻ മെബിലിൻ്റെ കൊളോസൽ കാജലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊന്ന് കണ്ണിൻ്റെ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും എഴുതാനായിട്ട് എടുക്കാം. അയ്യോ, ആദ്യം നമുക്കിത് ഇവിടെ എഴുതാം. അതിനുശേഷം നമുക്ക് മേളിലും ഇങ്ങനെ എഴുതി കൊടുക്കാം. അങ്ങനെ കണ്ണിൻ്റെ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക്
നമ്മുടെ മേളിൽ കണ്ണിൻ്റെ മേളിൽ നമ്മൾ ചെയ്തില്ലേ ആ ഐ ഷാഡോ വെച്ചിട്ട് നമുക്ക് താഴേക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു കണ്ടിന്യൂറ്റി, ഇവിടെ നിന്നുള്ളൊരു കണ്ടിന്യൂറ്റി താഴേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം ഐ ഷാഡോ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ കണ്ണിൻ്റെ മേളിൽ നമ്മൾ ചെയ്ത ഐ ഷാഡോ തന്നെ താഴെ കണ്ണിൻ്റെ താഴെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു കണ്ടിന്യൂഷൻ രണ്ട് സൈഡിലെയും കണ്ണിൻ്റെ കണ്ടിന്യൂഷൻ താഴെ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ മേളിൽ എഴുതിയ ഐ ഷാഡോ തന്നെ താഴെ ഒന്ന് എഴുതുന്നത്. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കണ്ണിൻ്റെ ഈ കോർണറിൽ നിന്ന് എഴുതും. കണ്ടോ, അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മേൽഭാഗത്ത് ഐലൈനർ നമ്മൾ എഴുതി കഴിഞ്ഞു. കണ്ടോ, അപ്പം ഞാൻ ഐലൈനർ എഴുതുന്നത് ഒരു വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർ പോയത് കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കാർട്ടിലോ കൊടുത്തേക്കാം. നമുക്കിനി കണ്ണിൻ്റെ താഴ്ഭാഗത്തും കൂടെ എഴുതാം. കണ്ണിൻ്റെ താഴ്ഭാഗത്ത് എഴുതുമ്പോൾ ഈ കോർണറിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ച് വരയ്ക്കാറുണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കൂർപ്പിച്ച് വരച്ചിട്ട് ആണിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നത്. കണ്ടോ, അങ്ങനെ നമ്മൾ ഐലൈനർ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഐടെക്സിൻ്റെ ഡാസ്ലർ മസ്കാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കണ്ണിൻ്റെ മേളിലെ പീലിയിലും താഴത്തെ പീലിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്ക് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ബ്ലൂ ഹെവൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോസ് ഒന്ന് കോണ്ടൂർ ചെയ്യാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഐ ഷാഡോ പാലറ്റിൽ നിന്നും ടീസ് എന്നുള്ളൊരു കളറുണ്ട്. കണ്ടോ, ഈ കളർ ഇത് വെച്ചിട്ടാണ് ഞാനൊന്ന് നോസ് കോണ്ടൂർ ചെയ്യുന്നത്. ലൈറ്റായിട്ട് കോണ്ടൂർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നോസ് ഒന്ന് കോണ്ടൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോസ് ഇപ്പോൾ ഒരു ഷാർപ്പായി, നോസിന് നല്ലൊരു ഷാർപ്നെസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വലുതായിട്ട് ചീക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ചീക്ക് ഞാൻ കോണ്ടൂർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഫേസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ഹൈലൈറ്റർ ഇല്ല. പകരം ഞാനാണെങ്കിൽ ഹുദ ബ്യൂട്ടിയുടെ ഞാൻ വേറൊരു കളർ പാലറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഐ ഷാഡോ പാലറ്റ്, അതിൽ നിന്നും ഇപ്പോൾ താഴെ വേണ പൊട്ടിപ്പോയനെ, ഈ കളർ പാലറ്റിൽ നിന്നും ഞാൻ ഈ മൂൺ ഡസ്റ്റ് എന്നുള്ള ഈ മൂൺ ഡസ്റ്റ് എന്നുള്ള കളർ എടുത്തിട്ട് എൻ്റെ ടീ സോണിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് ഈ ഭാഗം കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ
എൻ്റെ ഇവിടെ ഈ ഭാഗത്ത്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ബ്ലഷും അങ്ങനെ ഇല്ല. ഞാൻ അതും കളർ പാലറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ന്യൂഡ് പാലറ്റിൽ നിന്ന് തന്നെ ഈ കളറാണ് ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പൊട്ടും കൂടെ വയ്ക്കാം. എന്നിട്ട് ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണം. എന്നിട്ട് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.